രതീഷ്, വലിയ രീതിയിലുള്ള ജനരോക്ഷമാണ് നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഉണ്ടായിരുന്നത് മണക്കാട് മേഖലയിലാണ്. മണക്കാട് മേഖലയിൽ ഏകദേശം ഞാൻ പോയ ആ ഒരു ഏരിയയിൽ മാത്രം ഏകദേശം 2000-ഓളം വീടുകളിൽ ഒരു തുള്ളി ജലം പോലും ഇല്ലാതെ കഴിഞ്ഞ 4 ദിവസക്കാലമായി അവർ വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മണക്കാടാണ്. മണക്കാട് ജംഗ്ഷനിലും ഈ ഒരു റെസിഡൻസ് ഏരിയയിലും ഒക്കെ തന്നെ ഇവിടെ ഒരു വീടുകളിലും ആർക്കും വെള്ളമില്ലാത്ത ഒരു അവസ്ഥയാണ്. ഈ സ്ത്രീജനങ്ങൾ, അതായത് ഇവർക്ക് ഓരോ വീടുകളിലും 4-5 പേരാണുള്ളത്. അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ ഒന്ന് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ. എത്ര ദിവസമായി ചേച്ചി നിങ്ങൾ? 3-4 ദിവസമായി. ഇവിടെ രാവിലെ തൊട്ടേ വെള്ളമില്ല. പിന്നെ നമ്മുടെ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടും. അവിടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പാത്രങ്ങൾ വരെ തിരിച്ച് വീടുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിയർ അബൌട്ട് 6 കിലോമീറ്റേഴ്സ് അകലെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പക്ഷേ അവിടെയും വെള്ളമില്ല. ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒന്നും വെള്ളമില്ല. നമ്മുടെ മുടിക്ക് തന്നെ പ്രാഥമിക കാര്യങ്ങൾ നടത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. എന്തിനും ഈ വെള്ളത്തിലാണ് അത് ആശ്രയിക്കുന്നത്. പക്ഷെ അത് ചായ ഇടാനും എല്ലാ കാര്യങ്ങൾക്കും പറയാനായിട്ടൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 4 ദിവസമായി, അതായത് 2 ദിവസം കൊണ്ട് ഈ പണി തീർക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ പണി തീർക്കാനായില്ല. അതുകൊണ്ട് തന്നെ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമായിരുന്നു. മന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഏരിയയിൽ ഒരിടത്ത് പോലും ടാങ്കർ ലോറി വരികയോ അല്ലെങ്കിൽ ഇവർക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി യാതൊരുവിധ ബദൽ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലും ടാങ്കറുകൾ കൊണ്ട് വെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഗരം ഭരിക്കുന്നവരുടെ അനാസ്ഥ ഉത്തരവാദിത്തമില്ലായ്മ. ഒരു സ്ഥലത്ത് ഒരു പണി നടക്കുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വെള്ളം കൊണ്ടെത്തിക്കണം. ആൾക്കാരുടെ പ്രധാന ഒരു ജീവവായു പോലെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. പക്ഷേ ആ 4 ദിവസമായിട്ട് ഇവിടെ വെള്ളമില്ലായിട്ട് ഒരു പ്രതികരണം ഒരിടത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പറയാൻ അവസരം ഉണ്ടായത്. പക്ഷേ ഇതൊരു വലിയ നിരുത്തരവാദപരമാണ് ഭരണകൂടം നമ്മളോട് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ പ്രദേശ ജനങ്ങൾക്ക് വെള്ളം കൊണ്ടെത്തിക്കുവാനുള്ള വഴി സർക്കാർ കണ്ടെത്തണം, അല്ലെങ്കിൽ നഗരസഭ കണ്ടെത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് രതീഷ്. ഈ ജീവവായു പോലും മനുഷ്യന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് വെള്ളം എന്ന് പറയുന്നത്. അതും ശുദ്ധ വെള്ളം. അത് കിട്ടാതിരിക്കുക എന്നുള്ള അവസ്ഥ ഒരു കാരണവശാലും നമുക്കത് പൊറുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ചേട്ടൻ, ഇവിടെ പടനാവ് റെസിഡൻസിന്റെ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ ഈ ആൾക്കാർ ആദ്യം വിളിക്കുന്ന സെക്രട്ടറി പ്രസിഡന്റിനെയാണ് വിളിക്കുന്നത്. പ്രസിഡന്റിനെ വിളിച്ചിട്ട് അവർ ഒരു ടാങ്ക് വെള്ളം കൊണ്ടുവന്ന് റോഡിൽ വെച്ച് ഇത്രയും ദൂരം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം റെസിഡൻസുകാർ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അവിടെ വിളിച്ച് പറഞ്ഞ് ഒരു ടാങ്ക് വെള്ളം ഒരു ലാറിയൊക്കെ ഈ മുടുക്കിൽ കയറില്ല. അപ്പോൾ പടനാവ് റെസിഡൻസുകാർ അനുഭവിക്കുന്ന ദുരിതം വല്ലാത്തൊരിതാണ്. ഇത് 5 ദിവസം കൊണ്ട് അവർ കുപ്പിവെള്ളം വാങ്ങിച്ചാണ് ചായ ഇടുന്നത്. അത് നമുക്ക് എല്ലാവരുടെയും മറുപടി പറയാനും വയ്യ. ഇപ്പം തന്നെ ഇന്നലെ ഇവിടെ ഒരു മരണം നടന്നു. 50 വയസ്സേ ഉള്ളൂ. സതികുമാർ എന്ന് പറഞ്ഞ പുള്ളി 2 ബക്കറ്റ് വെള്ളം എടുത്ത് മോളിൽ പോയി 2ാമത്തെ നിലയിൽ പോയി ശ്വാസം മുട്ടി അവിടെ ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് അസ്വസ്ഥത വന്ന് PRS വെച്ച് മരിച്ചു. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഈ കുടിവെള്ളമില്ലാത്ത പ്രശ്നം, അതെ, കുടിവെള്ളത്തിന്റെ പ്രശ്നം. മുകളിൽ വെള്ളം കിട്ടാത്തതുകൊണ്ട് പുള്ളി എടുത്തോണ്ട് പോയി, ബക്കറ്റ് എടുത്തോണ്ട് മോളിൽ കൊണ്ടുവന്ന് താഴെ ഇരുന്ന് കുഴഞ്ഞു വീഴുന്ന ഭാര്യയുടെ മക്കളെ മുമ്പ് വെച്ച് മരിക്കുകയുണ്ടായി. അതൊക്കെ വല്ലാത്തൊരു സംഘടനയാണ്. ഇന്നലെ സംഭവിച്ചതാണിത്. അത് ഈ പടനാവ് റെസിഡൻസിൽ ആൾക്കാരെല്ലാവരും പരാതിയും ബാക്കിയുള്ള അവർക്കൊന്നും കുടിവെള്ളം ഇല്ല. ഇപ്പം പല വീട്ടിലും ഈ കുഴൽ കിണറുള്ളിടത്ത് ചെന്ന് വെള്ളം എടുക്കുകയും ബാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വെള്ളം ഇല്ലാത്തവരും വാടക പാർട്ടിക്ക് അനുഭവിക്കുന്ന ദുരിതം, ബാക്കിയുള്ളവർ സ്കൂളിൽ പോണ കുട്ടികൾ. ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവര് തമിഴ്നാട്ടിൽ നിന്നാണ് കല്യാണ പാർട്ടി വരുന്നത്. അവർക്ക് വെള്ളവും ഇല്ല, താമസം, അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവര് വില കൊടുത്താണ് വെള്ളം വാങ്ങിച്ചത്. രതീഷ്, അത് തന്നെയാണ്. അതായത് ഈ പ്രായമായ ആൾക്കാരൊക്കെ ഇത്രയും അധികം ദൂരം ചെന്ന് ഈ ബക്കറ്റുകളിൽ വെള്ളം ശേഖരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇന്നലെ അതേപോലെ തന്നെ പ്രായമായ ഒരാൾ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി പോയി അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് ബക്കറ്റിൽ വീട്ടിന്റെ 2ാമത്തെ നിലയിലേക്ക് വെള്ളം കയറ്റുന്നതിനിടെ അയാൾ കുഴുങ്ങി വീണ മരണം വരെ സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായെന്നുമാണ് ഈ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഈ തിരുവനന്തപുരം നഗരം 100ഓളം വാർഡുകളുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ ഏകദേശം പകുതിയോളം 44ഓളം വാർഡുകളിൽ ഈ ശുദ്ധവെള്ളം കിട്ടാതെ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിയുന്ന തരത്തിലുള്ള പ്രതികരണമാണല്ലോ നേരത്തെ ജിബിൻ നമ്മൾ കേട്ടത്. കുടിവെള്ളം ചുമന്ന് വയ്യാത്തൊരാൾ മുകളിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. ഇതിൽ പരം എന്ത് ദുരന്തമാണ് ഉണ്ടാകേണ്ടത്?